ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഈ ഉടുപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്ക് വശത്തായിട്ട് ഒരു ബോയ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 40 ഇഞ്ചാണ് ഇതിൻ്റെ വൺ സൈഡ് വരുന്നത്. അതായത് 40 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. അതിന് രണ്ടായിട്ട് മടക്കിയ പീസിന് നമുക്ക് നടുവേ ഒന്നും കൂടി നമ്മളൊന്ന് മടക്കിയിടുന്നുണ്ട്. അപ്പോൾ അതായത് മൊത്തത്തിൽ നമ്മൾ ഈ പീസ് 4ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ആ 4ആക്കി മടക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കോർണറിൽ നിന്നുമാണ് നമ്മൾ അളവെടുക്കുന്നത്. അതായത് രണ്ട് ഭാഗവും ഫോൾഡഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ അളവുകൾ എടുത്തു തുടങ്ങുന്നത്. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. നമ്മൾ സാധാരണ 4ആയിട്ട് മടക്കുമല്ലേ, അതുപോലെ തന്നെ ഒന്ന് നീളത്തിലും ഒന്ന് വീതിയിലും മടക്കിയിടാം. അതിനുശേഷം ഒരു കോർണറിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്തു. 4.5 ഇഞ്ച് ഷോൾഡറും 4.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5+1 1 സീം അലവൻസ് ആണ്. നമുക്ക് എത്രയാണോ നമ്മുടെ കുട്ടിയുടെ ചെസ്റ്റ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യുക. ആ ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് സീം അലവൻസ്. എന്നിട്ട് നമ്മൾ ആം ഹോളും കൂടെ കേർവ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആ ഒരു കറക്റ്റ് അളവല്ലേ, നമ്മൾ 5.5 എടുത്തിരിക്കുന്നത്, 4.5 എടുത്തിരിക്കുന്നത്. ഒരു 1/2 ഇഞ്ച് താഴത്തേക്കും കൂടി വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ആ ഒരു കറക്റ്റ് ലൈനിൽ കൂടിയല്ല, ഒരു 1/2 ഇഞ്ചും കൂടി താഴേക്ക് ഇറക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ക്ലോത്തിന് 18 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആ ബാക്കിയുള്ള പീസ് ബോട്ടം പോർഷനിലേക്ക് ചുരുക്കിട്ടടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. ഇതാണ് നമുക്ക് എടുക്കേണ്ടത്, ബോട്ടം പാർട്ടിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് ലൈനിങ്ങും വേണ്ടി വരുന്നുണ്ട്. 16 ഇഞ്ചിലാണ് നമ്മൾ ലൈനിങ് എടുക്കുന്നത്. സെൻറ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തെയും ഇത് മെയിൻ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിൻ്റെ യോക്ക് പോർഷനിലേക്ക് നമുക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മളിതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അതായത് ലൈനിങ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ പീസ് ഇതിൻ്റെ ലൈനിങ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ഒരു ലൈനിങ്ങിനേക്കാളും ഒരു 2.5 ഇഞ്ച് അധികം എടുക്കുന്നുണ്ട്. ബാക്ക് പീസ് ഈ ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് മാത്രം 2.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ബാക്കിലേക്കുള്ളത് ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അളവും നമ്മൾ ഇതേപോലെ തന്നെ ആം ഹോളും എല്ലാം നമ്മൾ ഈ സെയിം ഒരേപോലെ, രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെയാണ് ആം ഹോളും ഷോൾഡറും എല്ലാം വരുന്നത്. ലെങ്ത്തിൽ മാത്രം ഫ്രണ്ടും ബാക്കും തമ്മിൽ 2.5 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമുക്ക് ആ ഒരു സ്കാലപ്പ് പോലെ വരുന്നുണ്ടല്ലോ, ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ടിൻ്റെയും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ നല്ല വശത്ത് ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ, ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിങ്ങനെ അടിച്ച് മറിച്ചെടുക്കുവാണ്, നെക്ക് ചേർത്ത് അടിച്ച് മറിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. ഫ്രണ്ട് പീസിൽ ഇതേപോലെ മുകൾ ഭാഗത്ത് നമ്മളത് ലൈനിങ് വെച്ച് കൊടുക്കുക. അതിന് അടിഭാഗത്തേക്ക് സ്കാലപ്പിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. 13 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളിങ്ങനെ നടുവേ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട് സൂചി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള മൂടിയോ വളയോ അങ്ങനെ എന്തെങ്കിലും, ഈ അടപ്പില്ലേ, മരുന്നിൻ്റെ ഡപ്പേൻ്റെ അടപ്പോ കോയിന്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ
ഇതിന് ശേഷം അടിയിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരേ ലെവലിൽ നമ്മുടെ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, ആ മാർക്കിങ്ങിൽ ആ ഒരു കുനിപ്പ് പോലത്തെ വരുന്നില്ല, ജോയിൻ്റ് വരുന്നത്, ആ ഭാഗം ആ മാർക്കിങ്ങിൽ തന്നെ കറക്റ്റ് എല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിന് ശേഷം ഞാനിത് ഒരു വള എടുത്തിട്ടാണ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം ഒരേപോലെ ഒരേ രീതിയിൽ വരച്ച് കൊടുക്കുക. വളവ് നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചെറുതായാലും വലുതായാലും നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു വരച്ച ഭാഗം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒന്ന് പതുക്കെ നല്ല ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു എൻഡ് ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, ആ കുനിപ്പ് പോലെ വരുന്ന ഭാഗം, അവിടെ നിന്നൊക്കെ നന്നായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ പോയിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മൾ തിരിച്ച് മറിച്ചിടുമ്പോൾ ആ ഒരു കോർണേഴ്സ് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കാണുമ്പോൾ നമുക്ക് കുറച്ച് ടഫാണെന്ന് തോന്നിയാലും പക്ഷേ സിമ്പിളായിട്ട് നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രണ്ട് നെക്ക് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇറക്കം 3 ഇഞ്ചും വിഡ്ത്ത് 2 ഇഞ്ചുമായിട്ട് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു വി ഷേപ്പാണ് വരയ്ക്കുന്നത്. ഒരു വി വരച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ഡീപ്പ് വി ആക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഈ ഒരു ലൈനിങ് പീസിൽ നമുക്ക് ആ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ. അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് 2.5 ഇഞ്ച് ഇറക്കും, 2 ഇഞ്ച് വീതിയാണ്. ഇത് നെക്ക് ഞാൻ ഓർമ്മയില്ലാണ്ട് ആ ഒരു ഇത് കട്ട് ചെയ്ത് പോയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് നെക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഹുക്കിടാനുള്ള ഒരു ലൈൻ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ശരിക്കൊന്ന് യോജിച്ച് വെച്ചതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്തത്. നിങ്ങളിത് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഹോളിന് മറ്റേ ഹുക്കിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ലൈനിങ് എന്നിട്ട് 16 ഇഞ്ചിൽ ലെങ്ത്തിൽ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. 2 പീസ് ലൈനിങ്ങിൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മെയിൻ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 18 ഇഞ്ചാണ്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആണ് ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓരോ ലൈനിങ്, ഇപ്പോൾ ഇത് ബോട്ടത്തിൻ്റെ മെയിൻ ക്ലോത്ത് എടുക്കുക, അത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുക. ഒരു 11 ഇഞ്ച്, ഇപ്പോൾ 5.5 നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ, 5.5 വരുമ്പോൾ 11 ഇഞ്ചാണ് നമ്മുടെ ആ ബോഡീൻ്റെ അവിടുത്തെ ആ ഒരു സൈസ് വരുന്നത്, ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. ആ 11 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 12 ഇഞ്ച് വീതിയിൽ നമുക്ക് 2 പ്ലേറ്റ്സ്, അതായത് ഫ്രണ്ടിലേക്ക് ഒരു പീസ് ബാക്കിലേക്ക് ഒരു പീസ് എന്നുള്ള രീതിയിൽ 12 ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ 2 ക്ലോത്തും പ്ലേറ്റ് ഇട്ടിട്ട് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ ലൈനിങ്ങും സെയിം 12 ഇഞ്ച് വീതിയിൽ ഇത് 2 പീസായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോ പീസ് വീതം നമുക്ക് ഇതേപോലെ പ്ലേറ്റ് ഇട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം അടിഭാഗം കൂടി മടക്കി അടിച്ചാൽ വെക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ യോക്ക് പോർഷൻ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതിൽ നെക്കിൻ്റെ ഭാഗവും ആം ഹോളും അതേപോലെ അടിയിലേക്ക് ആ സ്കാലപ്പ് ഉണ്ടല്ലോ, ആ സ്കാലപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം. നെക്കിൻ്റെ ഒക്കെ അവിടെ നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നെക്കും ആം ഹോളും തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം പതുക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നെക്കിൻ്റെ ആ ഒരു ഇത് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക. നെക്കിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
നമുക്ക് തിരിച്ച് മറിച്ചിടുമ്പോഴേക്കും നമുക്കൊരു ഷേപ്പിൽ നല്ല പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. സ്കാലപ്പിൻ്റെ ആ ഒരു നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തും ഇതേപോലെ തന്നെ ആ ഒരു കോർണേഴ്സൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യലിൽ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ടിടുമ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് പതിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്കിത് നെക്കൊക്കെ ഒന്ന് പതിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് വിടണം. നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മളൊന്ന് പതിച്ചടിക്കണം. ഈ ഒരു ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൾഭാഗത്തേക്കുള്ള ഈ ലൈനിങ് ഉണ്ടല്ലോ, നമ്മളൊന്ന് ഒന്ന് മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് പതിച്ചടിച്ച് കഴിയുമ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതുപോലെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്ക്, സ്കാലപ്പിൻ്റെ ആ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും നമ്മളൊന്ന് കുറച്ച് പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താലും നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട്, യോക്കിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നെക്കും ആം ഹോളും തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത്രയും ആ ഒരു ലെങ്ത്തിലാണ് രണ്ട് ഇതും എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗം മാത്രമാണ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഫ്രണ്ട് നമ്മൾ ഒരു പതിച്ചെടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക്, ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ഒരേപോലെ ചേർന്നിരിക്കുന്ന പോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പൊന്തിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫ്രണ്ടിന് നല്ല വശവും ഇപ്പോൾ 2 പീസിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ, നല്ല മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ ബാക്കിലെ ലൈനിങ്ങിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ തിരിച്ചിട്ടിട്ടുള്ളത്. ബാക്ക് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിടുക. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. നമുക്ക് ബാക്ക് പാർട്ടും കൂടെ ഒന്ന് നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു യോക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ബോട്ടം പാർട്ട്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ഇതും തനിയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ നല്ല വശം, നമ്മൾ അടിച്ചു വെച്ച നല്ല വശം ഉണ്ടല്ലോ, ആ നല്ല വശം ഇപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്നത് ലൈനിങ് ഉണ്ടല്ലോ, മറ്റേ ബോട്ടം അല്ല, ടോപ്പിൻ്റെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ്, ആ ലൈനിങ്ങും തമ്മിലാണ് ആദ്യം നമ്മൾ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. ലൈനിങ് മെയിൻ ക്ലോത്തിലേക്ക് ചേർക്കാണ്ട് ലൈനിങ്ങിൽ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് തിരിച്ചിട്ടിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് മറ്റേ നല്ല മെയിൻ ക്ലോത്തുകൾ തമ്മിൽ അടിക്കുന്നത്. ആദ്യം ലൈനിങ്ങിൽ വെച്ചിട്ട് ലൈനിങ് ചേർത്തടിക്കുക. അതിന് ശേഷം
തിരിച്ചിട്ടതിന് ശേഷം മെയിൻ ക്ലോത്ത് അടിക്കുക. ഇപ്പോൾ നമ്മൾ ലൈനിങ് ഒരു വക അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ട് ലൈനിങ് അടിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ സീം അലവൻസ് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക്, കണ്ടില്ലേ, ലൈനിങ്ങിലാണ് നമ്മളിത് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ആ സ്കാലപ്പ് വർക്ക് വരുന്നത് കൊണ്ട് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നല്ല പീസ് അടിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു അടിച്ച് വെച്ച ലൈനിങ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളെന്ത്, ആ ഒരു മെയിൻ ക്ലോത്തും മെയിൻ ബോട്ടത്തിൻ്റെ പീസും ആ ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അടിക്കുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ താഴ്ത്തി ഇടുമ്പോൾ ആ ഒരു അടുപ്പ് വന്നിരിക്കുന്നത് എന്തായാലും കാണില്ല. ഇതേപോലെ ബാക്ക് വശവും നമ്മൾ ലൈനിങ്ങിൽ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കണ്ടല്ലോ, ഉൾവശം നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ബാക്ക് വശം അടിച്ചു വെച്ച ലൈനിങ്, അത് നമുക്ക് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട്, ഇതേപോലെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു നല്ല പീസിലെ ആ നല്ല പീസിലേക്ക് ഈ നമ്മൾ ബോട്ടത്തിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ഫ്രണ്ട് ഭാഗം വരിക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ മുകളിലേക്ക് വെക്കുക. അതിന് ശേഷം തയ്ച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരു ലൈനിങ്, നമ്മൾ ആ സ്കാലപ്പ് ചെയ്ത ലൈനിങ് ഉണ്ടല്ലോ വെച്ചടിച്ചത്, അതകത്തേക്ക് വെച്ച് കൊടുത്തിട്ടാണ് സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമുക്ക് തന്നെ സൈഡ് ജോയിൻ ചെയ്താൽ മതി. സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ഒന്ന് മടക്കി കൊടുത്ത്, നമുക്ക് ആ ഒരു ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. എന്നാലേ ഇപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ലൈനിങ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അളവെല്ലാം നോക്കിയിട്ട് നമുക്ക് ആ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗം മാത്രം നമ്മൾ ലൈനിങ്ങും ഇതെല്ലാം കൂടെ ഒരുമിച്ച് തയ്ക്കും. അതിന് ശേഷം ബാക്കി ലൈനിങ് തന്നെ, മെയിൻ ക്ലോത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അതേപോലെ 2 ചെറിയ ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇപ്പോൾ നമ്മൾ ആ ലൈനിങ് ഇതേപോലെയാണ് പിടിച്ചിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നത്. പുറത്തേക്ക് ഇങ്ങനെ താഴേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആ ഒരു സെയിം കളർ നൂല് തന്നെ ഇട്ടിട്ടൊന്ന് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ കുഞ്ഞ് 2 ബോയ ആ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു പ്ലെയിനായിട്ട് നിൽക്കുന്ന പോലെ, ആ ഒരു യോക്കിൻ്റെ ഭാഗം പ്ലെയിനായിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ട് വെച്ച് കൊടുത്തതാണ്. ഓണം സീരീസിലേക്കുള്ള ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാനൊക്കെ വൈകുന്നത്. ഈ വീഡിയോ തന്നെ 4-5 ദിവസമായി ഞാൻ എടുത്തിട്ടിട്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ